സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അറ്റോമിക് മാസ് എന്താണ് എന്ന് വരെയാണ്. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിയുന്ന എലമെന്റ്സിന്റെ എല്ലാം അറ്റോമിക് മാസ്, അതായത് ഒരു അറ്റോമിക് നമ്പർ ഒരു 30 വരെയുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തത് മോളിക്കുലാർ മാസ് ആണ്. മോളിക്കുലാർ മാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി അറ്റോമിക് മാസ് ഓഫ് ദി എലമെന്റ്സ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലെ അതിന്റെ എലമെന്റുകളുടെ അറ്റോമിക് മാസുകളുടെ തുകയാണ് നമ്മൾ എന്ന് വിളിക്കുക, മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുക. മോളിക്കുലാർ മാസും അതിന്റെ യൂണിറ്റ് ഏത് തന്നെയാണ്? AMU തന്നെയാണ്. AMU അല്ലെങ്കിൽ യൂണിഫൈഡ് മാസാണ് അതിന്റെ യൂണിറ്റ്. അപ്പോൾ ഉദാഹരണമായിട്ട് മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ നമുക്കറിയാം. വാട്ടറിന്റെ ഫോർമുല H2O ആണ്. അതിൽ 2 ഹൈഡ്രജൻ ആറ്റംസും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് 1 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്കറിയാം 1.008. പക്ഷെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 1 എടുക്കുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ഓക്സിജൻ ആറ്റം. അപ്പോൾ 1 ഇൻറ്റു 16. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 2 പ്ലസ് 16 18 U ആയിരിക്കും. ഇനി വേറെ അമോണിയ. അമോണിയയുടെ അറ്റോമിക് മാസ് ഓഫ് അമോണിയ ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ പ്ലസ് 3 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഇതിനകത്ത് 1 നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റങ്ങളുമാണുള്ളത്. അതുകൊണ്ട് നൈട്രജന്റെ അറ്റോമിക് മാസ് 14 പ്ലസ് 3 ഇൻറ്റു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പോൾ 14 പ്ലസ് 3 17 U ആയിരിക്കും. ഇനി അറ്റോമിക് മാസ് നമ്മൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് മോളിക്കുലാർ മാസ് നമ്മൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് വിളിക്കും. ഇഫ് ദ മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളാർ മാസ്. ഇനി അയോണിക് കോമ്പൗണ്ടുകളിൽ നമ്മൾ മോളിക്കുലാർ മാസിന് പകരം ഫോർമുല മാസ് എന്നാണ് പറയുക. അയോണിക് കോമ്പൗണ്ട് ഉദാഹരണം സോഡിയം ക്ലോറൈഡ്. ഇപ്പൊ അയോണിക് കോമ്പൗണ്ട്സ് NaCl ലൈക്ക് NaCl ഫോർമുല മാസ് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നതിലും നല്ലത് ഫോർമുല മാസ് എന്നാണ് പറയുക. അപ്പോൾ ഫോർമുല മാസ് ഓഫ് NaCl ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഓഫ് സോഡിയം പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 ആണ്. ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 ആണ്. അപ്പോൾ 23 പ്ലസ് 35.5 എത്ര വരും? 58.5 ആയിരിക്കും സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ്. അതുപോലെ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ പറയുമ്പോൾ നമ്മൾ ഫോർമുല മാസ് എന്നാണ് പറയുക. അപ്പൊ അതിന്റെയും യൂണിറ്റ് ഏത് തന്നെയായിരിക്കും? U തന്നെയായിരിക്കും. ഇനി അടുത്തത് മോൾ കൺസെപ്റ്റ് ആണ്. മോൾ കൺസെപ്റ്റ്. ഇപ്പോൾ ഒരു മോൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു മോൾ എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിളുകളുടെ ഒരു കളക്ഷനാണ്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിളുകളുടെ ഒരു കളക്ഷനാണ്. അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. ഇപ്പോൾ 6.02 എന്ന് എഴുതിയാലും അത് കുഴപ്പമൊന്നുമില്ല. 6.022 ഇൻറ്റു 10⁻23 അല്ലെങ്കിൽ നമ്മൾ NA എന്ന് വേണമെങ്കിൽ എഴുതാം. ക്യാപിറ്റൽ N അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എയും കൂടി എഴുതി. NA എന്ന് പറഞ്ഞാലും അവഗാഡ്രോ നമ്പർ തന്നെ. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിളുകളുടെ കളക്ഷനെയാണെങ്കിൽ അല്ലെങ്കിൽ മാസ് ഇൻ ഗ്രാംസ് കണ്ടെയ്നിങ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉൾക്കൊള്ളുന്ന എന്താണ് മാസ് സബ്സ്റ്റൻസിന്റെ മാസ് ഇൻ ഗ്രാംസിനെയാണ് നമ്മളെന്ന് വിളിക്കുക, ഒരു മോൾ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി മാസ് ഇൻ ഗ്രാംസ് കണ്ടെയ്നിങ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കിൾ വേണമെങ്കിലും ആകാം. ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം, ഇലക്ട്രോൺസ് ആകാം, പ്രോട്ടോൺസ് ആകാം, എന്തുവാകും. അപ്പൊ എത്രയും പാർട്ടിക്കിൾ ഉണ്ടായിരിക്കണം? അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 6.02 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1 മോൾ എന്ന് വിളിക്കുക. അടുത്തത് 1 മോൾ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസിന് തുല്യമായിരിക്കും. അത് എത്ര ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും? 6.022 ഇൻറ്റു 10⁻23 അല്ലെങ്കിൽ NA ആറ്റംസിന് തുല്യമായിരിക്കും. അതുപോലെ 1 മോൾ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ മാസ് ഇൻ ഗ്രാംസിന് തുല്യമായിരിക്കും. മോളിക്കുലാർ മാസ് ഇപ്പൊ
വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് 18 ആണ്, അല്ലെങ്കിൽ എന്താണ് ഗ്രാം മോളിക്കുലർ മാസ് 18 ഗ്രാം ആണ്. 18 ഗ്രാം എത്ര വാട്ടർ മോളിക്യൂൾസിന് തുല്യമായിരിക്കും? അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ, അതായത് 6.022 × 10⁻23 വാട്ടർ മോളിക്യൂൾസിന് തുല്യമായിരിക്കും. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാൽക്കുലേഷൻസ്, ഏറ്റവും ബേസിക് മോൾസിന്റെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് എന്തിനു തുല്യമായിരിക്കും? മാസ് ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ GAM. അപ്പോൾ തന്നിരിക്കുന്ന മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? GAM അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസിനെ, എത്ര മാസ് ഓഫ് ആറ്റംസ് ആണോ തന്നിരിക്കുന്നത് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഈ നമ്പർ ഓഫ് മോൾസിനെ എത്ര കൊണ്ട് ഗുണിക്കുക? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കുക. ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, പിന്നെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കുക. ഇതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്, മാസ് ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ GMM ആയിരിക്കും. അപ്പോൾ മാസ് ഓഫ് മോളിക്യൂൾ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അടുത്തത് മോളാർ വോളിയം ആണ്. മോളാർ വോളിയം എന്ന് പറയുന്നത് വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 മോൾ ഓഫ് എ ഗ്യാസ് അറ്റ് STP. അപ്പോൾ എന്താണ്, 1 മോൾ ഗ്യാസ് STPയിൽ, STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമ്മൾ 273 കെൽവിൻ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ, നമ്മുടെ അന്തരീക്ഷമർദ്ദമാണ്. 1 അറ്റ്മോസ്ഫിയർ പ്രഷറാണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും 1 മോൾ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന എന്താണ് വോളിയമാണ്. 1 മോൾ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തെയാണ് എന്തെന്ന് വിളിക്കുക? മോളാർ വോളിയം. മോളാർ വോളിയം നമ്മൾ സാധാരണ ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് 22.4 ലിറ്റേഴ്സ് ആണ് എടുക്കുന്നത്. 22.4 ലിറ്റേഴ്സ്. അപ്പോൾ മോളാർ വോളിയം ഈസ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 മോൾ ഓഫ് എ ഗ്യാസ് അറ്റ് STP ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 22.4. ചില പുസ്തകങ്ങളിലൊക്കെ 22.7 കൊടുത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ കാൽക്കുലേഷനിൽ 22.4 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ മോൾ കൺസെപ്റ്റിനെ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 2-3 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ 84 ഗ്രാംസ് ഓഫ് കാർബൺ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ 84 ഗ്രാംസ് ഓഫ് കാർബൺ. അപ്പോൾ നമ്പർ ഓഫ്, ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ GAM. മാസ് ബൈ GAM. മാസ് എത്രയാണ്? 84 ഗ്രാം. കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് 12 ആണെന്ന് അറിയാം. അപ്പോൾ ഗ്രാമത്തെ GAM എന്തായിരിക്കും? 12 ഗ്രാം ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മോൾസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് 7 × 6.022 × 10⁻23. 7 × 6.022 × 10⁻23, അല്ലെങ്കിൽ 7 × NA എന്ന് എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മാസും അതുപോലെ അറ്റോമിക് മാസ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ 1 ഗ്രാം ഓഫ് വാട്ടർ. 1 ഗ്രാം വാട്ടറിലുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ബൈ GM ആണ്. മാസിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? അതിന്റെ GMM, വാട്ടറിന്റെ GMM എത്രയാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 16 + 2. 2 എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ 2 × 1 2. 16 + 2 എത്രയാണ്? 18. അപ്പോൾ 1 ഗ്രാമിന് ഡിവൈഡഡ് ബൈ 18, ദാറ്റ് ഈസ് 1/18 നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസിനെ എന്തുകൊണ്ട് ഗുണിക്കുക? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കുക. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA, അതായത് 1/18 × 6.02 × 10⁻23. അപ്പോൾ അതായിരിക്കും നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അതുപോലെ ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആർ പ്രസന്റ് ഇൻ 64 grams ഓഫ് ഡയോക്സിൻ. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആർ പ്രസന്റ് ഇൻ 64 grams ഓഫ് ഡയോക്സിൻ. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് മോൾസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. മാസ് തന്നിട്ടുണ്ട്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 ആണ്. O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റങ്ങളാണുള്ളത്. അപ്പോൾ
അതിന്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എത്ര വരും? 16 × 2 that is equal to 32. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് is equal to mass by GMM that is equal to 64 by 32 that is equal to 2 moles ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 64 grams ഓഫ് O2 എത്രയായിരിക്കും? 2 moles ആയിരിക്കും. ഇനി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഒന്നാമത്തെ 1 gram N2. 1 gram N2ന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? 1 gram ഡിവൈഡഡ് ബൈ N2. N2ന്റെ GMM എത്ര വരും? N2ൽ 2 നൈട്രജൻ ആറ്റങ്ങളാണുള്ളത്. ഒരു നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 14. അപ്പോൾ 14 × 2 എത്രയാണ്? 28. അപ്പോൾ 1/28 അത്രയുമായിരിക്കും നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസിനെ എത്ര കൊണ്ട് ഗുണിക്കണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇൻറ്റു 6.02 × 10⁻23. അതുപോലെ 1 gram CO2. CO2ന്റെ GMM ആദ്യം തന്നെ കണ്ടുപിടിക്കും. GMM ഓഫ് CO2 എത്ര വരും? അറ്റോമിക് മാസ് ഓഫ് കാർബൺ പ്ലസ് അറ്റോമിക് മാസ് ഓഫ് 2 ഓക്സിജൻ. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12, ഓക്സിജന്റെ 16. അപ്പോൾ 12 + 2 × 16 എത്ര വരും? 12 + 32 എത്ര വരും? 44. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്നത് 1/44 ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് 1/44 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. വേറൊരു സിമ്പിൾ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 64 gram ഓഫ് O2 at STP. അപ്പോൾ അതിന് നമ്മൾ ആദ്യം വേണമെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഇക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇറ്റ് ഈസ് ഇക്വൽ ടു മാസ് ബൈ GMM. മാസ് എത്രയാണ്? 64 gram ആണ്. ഓക്സിജൻ്റെത് O2 ആണ്. അപ്പോൾ 32. അപ്പോൾ 64/32 2 മോൾസ് ആണ്. ഇനി 1 മോൾ ഓഫ് O2 എന്ന് പറഞ്ഞാൽ STPയിൽ മോളാർ വോളിയത്തിന് തുല്യമായി എത്രയാണ്? 22.4 ലിറ്റർ. അപ്പോൾ 2 മോൾസ് ഓഫ് O2 എത്രയാണ് തുല്യമായിരിക്കും? 1 മോൾ ഓഫ് O2 22.4 ലിറ്റർ ആണെങ്കിൽ 2 മോൾസ് ഓഫ് O2 എത്രയായിരിക്കും? 2 × 22.4. അപ്പോൾ 2 × 22.4 that is equal to 44.8 ലിറ്റർ അറ്റ് STP. STP എന്നോ NTP എന്ന് പറയും. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയാം, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 1 മോൾ ഓഫ് CH4? ഇപ്പോൾ CH4 എന്ന് പറഞ്ഞാൽ മീഥെയിനാണ്. മീഥെയിൻ്റെ ഫോർമുല CH4. അപ്പോൾ ഒരു CH4 എടുത്തു കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാകും? 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ അല്ലേ? അപ്പോൾ 1 മോൾ CH4 എടുത്തു കഴിഞ്ഞാൽ എത്ര മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും? അതിനകത്ത് 4 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. അപ്പോൾ 1 മോൾ ഓഫ് CH4 contains 4 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. 4 മോൾ എന്ന് പറഞ്ഞാൽ 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര? അവഗാഡ്രോ നമ്പറിന് തുല്യമാണല്ലോ. അപ്പോൾ 4 × 6.02 × 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. അതുപോലെ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 5 മോൾസ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു C6H12O6 എടുത്തു കഴിഞ്ഞാൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? 6 ഓക്സിജൻ ആറ്റങ്ങളുണ്ട് അല്ലേ? അപ്പോൾ 1 മോൾ ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ എത്ര മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 6 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ 5 മോൾ ഗ്ലൂക്കോസ് എടുത്താലോ? 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 5 × 6 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ 5 × 6 × 6.02 × 10⁻23 എന്നാണ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അടുത്തത് ഒരു എലമെന്റിന്റെ എന്താണ് ഒരു കോമ്പൗണ്ടിലുള്ള അതിന്റെ പെർസെൻറ്റേജ് മാസ് എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്താണ് കോമ്പോസിഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിന് ഉള്ള ഫോർമുല, മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല, മാസ് ഓഫ് ദ എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഇൻറ്റു 100. മാസ് ഓഫ് ദ എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്. ഇപ്പോൾ ഒരാറ്റം ആണെങ്കിൽ ഒരാറ്റത്തിന്റെ മാസ്, അതിനകത്ത് 2 ആറ്റങ്ങളാണെങ്കിൽ 2 ആറ്റത്തിന്റെ മാസ്. അപ്പോൾ മാസ് ഓഫ് ദ എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഇൻറ്റു 100 ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്, അല്ലെങ്കിൽ GMM ഓഫ് ദി കോമ്പൗണ്ട്. അപ്പോൾ ഇതിന് ഉദാഹരണം ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എത്തനോൾ. എത്തനോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല C2H5OH ആണ്. C2H5OH, ഇതേൽ ആൽക്കഹോൾ അല്ലെങ്കിൽ C2H5OH. ഇനി നമുക്കറിയാം ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുക? എത്തനോളിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ GMM കണ്ടുപിടിക്കുക. എത്ര വരും? 2 × 12, 2 കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ 2 × 12 പ്ലസ് 6, 5 × 1 6 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അപ്പോൾ 6 × 1 പ്ലസ്
ഒരു ഓക്സിജൻ ആറ്റം. അപ്പോൾ 16 + 16, അപ്പോൾ അത് 46 വരും. അതിന്റെ GMM 46 വരും. ഇനി കാർബണിന്റെ മാസ് പെർസെന്റേജ് ആണ്. നമുക്കറിയാം 2 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ കാർബണിന്റെ അറ്റോമിക് മാസിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. കാരണം 2 കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ 2 × അറ്റോമിക് മാസ് ഓഫ് കാർബൺ × 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. 2 × അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 ആണ്. × 100 ബൈ മോളാർ മാസ് എത്രയാണ്? 46. അതായത് 24 × 100 ബൈ 46. അത് ഏകദേശം 52.14%. ഇപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഫൈനൽ എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കണം. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 6 ഹൈഡ്രജനാണ്. അപ്പോൾ 6 × അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1 × 100 ബൈ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് എത്രയാണ്? 46. നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 × 100 ബൈ 46, ദാറ്റ് ഈസ് 600 ബൈ 46, 13.13. ഇനി മൂന്നാമത്തെ എലമെന്റിന്റെ ഒന്നെങ്കിൽ ആദ്യത്തെ 2 എണ്ണത്തിന്റെയും കൂടി കൂട്ടി 100-ൽ നിന്ന് കുറച്ചാൽ 3 എലമെന്റുകളാണല്ലോ ഉള്ളത്. 100-ൽ നിന്ന് കുറച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു, ഒരു ഓക്സിജൻ ആറ്റമാണുള്ളത് അതിനകത്ത്. അപ്പോൾ 1 × അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ × 100 ബൈ 46, ദാറ്റ് ഈസ് 1 × അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 16. അപ്പോൾ 1 × 16 × 100 ബൈ 46, അത് 1600 ബൈ 46, ഏകദേശം 34.73. നമുക്കറിയാം ഈ പെർസെൻറ്റേജ് എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമായിരിക്കും? 100 കിട്ടും. അടുത്തത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇത് വളരെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാം ചോദിക്കാറുള്ളതാണ്. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇപ്പോൾ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്, ഇപ്പോൾ ബെൻസീൻ്റെ ഫോർമുല C6H6 ആണ്. അപ്പോൾ അതായത് അതിനകത്ത് ഉള്ള ആറ്റങ്ങളുടെ യഥാർത്ഥ നമ്പർ കാണിക്കുന്ന ഒരു ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ മോളിക്കുലർ ഫോർമുല റെപ്രസെൻറ്റ്സ് the actual number of atoms present in one molecule of the compound. Molecular formula എന്തിനെ represent ചെയ്യുന്നു? ആക്ച്വൽ ശരിയായ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദാറ്റ് 1 molecule of the compound. അപ്പോൾ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ യഥാർത്ഥ നമ്പർ കാണിക്കുന്ന ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല. പക്ഷെ എംപിരിക്കൽ ഫോർമുല, ബെൻസീൻ്റെ എംപിരിക്കൽ ഫോർമുല CH ആണ്. കാരണം നമ്മൾ കാർബണിന്റെയും ഹൈഡ്രജന്റെയും റേഷ്യോ എടുക്കുമ്പോൾ 6:6 എന്ന് പറയും. 6:6 എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് തുല്യം തന്നെയാണ്? 1:1 തുല്യമാണ്. 6ഉം 6ഉം വെട്ടിപ്പോയി 1:1. 1:1 എന്ന് പറഞ്ഞാൽ ഒരു കാർബണും ഒരു ഹൈഡ്രജനും. അപ്പോൾ അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? CH. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മോളിക്കുലർ ഫോർമുല H2O2 എന്നാണ്. H2O2. അപ്പോൾ യഥാർത്ഥ നമ്പർ 2 ഹൈഡ്രജനും 2 ഓക്സിജനും, H2O2. അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2:2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1. അപ്പോൾ 1:1 വരുമ്പോൾ HO എന്നായിരിക്കും. HO എന്നായിരിക്കും എൻ്റെ എംപിരിക്കൽ ഫോർമുല. അപ്പോൾ നമുക്ക് ഏത് കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ റേഷ്യോ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 1 molecule. റേഷ്യോ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 1 molecule. അപ്പോൾ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ റേഷ്യോ കാണിക്കുന്ന അല്ലെങ്കിൽ അനുപാതം കാണിക്കുന്ന ഫോർമുലയാണ് എന്ത് വിളിക്കുക? എംപിരിക്കൽ ഫോർമുല. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ, ഇത് റിലേഷൻ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ്? മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എ ഹോൾ നമ്പർ. നേരത്തെ ഞാൻ പറഞ്ഞു ബെൻസിന്റെ കേസിൽ എംപിരിക്കൽ ഫോർമുല 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല കിട്ടും. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കേസിൽ എംപിരിക്കൽ ഫോർമുലയെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല കിട്ടും. അപ്പോൾ മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എ ഹോൾ നമ്പർ n. അവിടെ ഹോൾ നമ്പർ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട്. അതാണ് അടുത്ത കാൽക്കുലേഷനിൽ വരുന്ന ഈ ഹോൾ നമ്പർ n. ഇനി ഇത് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ നിന്ന് നമ്മൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു പ്രോബ്ലം ആണ്. അതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ അൺഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 40% കാർബൺ, 40% കാർബണ്, 6.66% ഹൈഡ്രജൻ ആൻഡ് 53.34% ഓക്സിജൻ. Calculate its molecular formula if the molecular mass is 90. മോളിക്കുലർ മാസ് 90 ആണെങ്കിൽ ഇതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു കോളം വരിക. ആദ്യത്തെ കോളത്തിന്റെ ആദ്യത്തെ ഈ ടേബിളിന്റെ ആദ്യത്തെ കോളത്തിലെ എലമെന്റ്, രണ്ടാമത്തെ കോളത്തിലെ അറ്റോമിക് മാസ്, ആണെങ്കിൽ എലമെന്റ് അറ്റോമിക് മാസ് ഒരു കോളത്തിലായിട്ടും, പിന്നെ മൂന്നാമത്തെ കോളത്തിലെ പെർസെൻറ്റേജ്, നാലാമത്തത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ
ഇതിന്റെ ടോട്ടൽ മാസ് 100 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും പെർസെൻറ്റേജ് തന്നെയായിരിക്കും അതിന്റെ മാസ്. ഓരോന്നിന്റെയും പെർസെൻറ്റേജ് തന്നെയായിരിക്കും. അപ്പോൾ പെർസെൻറ്റേജ് 40 ആയതുകൊണ്ട് മാസ് നമ്മൾ എത്രയായിട്ട് എടുത്തു? 40 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ ഓരോ എലമെന്റിന്റെയും പെർസെൻറ്റേജിനെ അതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 40/12 നമുക്ക് കാർബണിന്റെ കേസിൽ 3.33 കിട്ടി. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തു വെച്ച് ഓരോരുത്തരും കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 1.008 നമ്മൾ 1 എടുക്കുന്നുള്ളൂ. 1. അതുപോലെ അതിന്റെ പെർസെൻറ്റേജ് തന്നിരിക്കുന്ന 6.66 ആണ്. അപ്പോൾ പെർസെൻറ്റേജിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6.66/1 എത്ര വരും? 6.66 തന്നെ വരും. ഇനി ഓക്സിജന്റെ അറ്റോമിക് മാസ് നമ്മൾ 16 ആയിട്ടാണ്. 16. അപ്പോൾ പെർസെൻറ്റേജിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അറ്റോമിക് മാസ് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 53.34 എത്ര കൊണ്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര 3.33 തന്നെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത കോളത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് 3.33 ആണ്. അപ്പോൾ ആ 3.33 കൊണ്ട് ഓരോ നമ്പറിനെയും ഡിവൈഡ് ചെയ്യുക. നമ്മളൊക്കെ ഇവിടെ ഓരോന്ന് 3.33യെ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6.66നെ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3.33നെ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേന് നമുക്ക് 1 എന്ന് കിട്ടി. രണ്ടാമത്തേന് 6.66/3.33 എത്രയാണ്? 2. അടുത്തത് 3.33/3.33 1. അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് അറ്റോമിക് റേഷ്യോ കിട്ടി 1 to 1. അപ്പോൾ ഇനി ഇത് ഹോൾ നമ്പർ അല്ലെങ്കിൽ അതിനെ ഹോൾ നമ്പർ ആക്കണം. ഹോൾ നമ്പർ ആക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ഹോൾ നമ്പർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 1 to 1 ഹോൾ നമ്പർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എടുത്തെഴുതുന്നത് 1 to 1. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എംപിരിക്കൽ ഫോർമുല എഴുതാനായിട്ട് സാധിക്കും. കാർബൺ എത്രയാണ്? 1. ഹൈഡ്രജൻ എത്രയാണ്? 2. ഓക്സിജൻ എത്രയാണ്? 1. അപ്പൊ C1H2O1 എന്ന എംപിരിക്കൽ ഫോർമുല നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു. C1H2O1. ഇനി അതിന്റെ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കണം. എംപിരിക്കൽ ഫോർമുല മാസ് കാർബൺ ഒരെണ്ണേ ഉള്ളൂ. 12. 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 × 1 + 1 ഓക്സിജൻ. അപ്പോൾ 12 + 2 + 1 എത്ര വരും? 30. മോളിക്കുലാർ മാസ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് 90 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ ചില ക്വസ്റ്റിനുകൾ വേപ്പർ ഡെൻസിറ്റി ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് 2 × വേപ്പർ ഡെൻസിറ്റി ചെയ്താൽ മതി. ഇപ്പൊ വേപ്പർ ഡെൻസിറ്റി തരുന്ന കേസുകളിൽ അങ്ങനെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ മോളിക്കുലാർ മാസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി ഹോൾ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോളിക്കുലാർ മാസ് 90 എന്ന് തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിച്ചു 30. അപ്പോൾ 90/3 ഹോൾ നമ്പർ കിട്ടി. ഇനി വളരെ എളുപ്പമാണ്. മോളിക്കുലാർ ഫോർമുല എംപിരിക്കൽ ഫോർമുല നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ C1H2O1 3 കൊണ്ട്. ഇപ്പോൾ C1 × 3 C3 ആകും. H2 × 3 H6 ആകും. O1 × 3 O3. C3H6O3 എന്നായിരിക്കും. ഇതുപോലെ വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് കണ്ടെയ്ൻ 4.07% ഹൈഡ്രജൻ, 24.27% carbon and 71.65% chlorine. Its molecular mass വന്നിട്ടുണ്ട് 98.96. What is empirical formula and molecular? ഇതുപോലെ തന്നെ കോളം വരച്ച് 3 കോളം വരച്ച് കണ്ടുപിടിക്കുക. ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണ്. പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 4.07. 4.07/1 that is equal to 4.07. സ്മോളസ്റ്റ് അറ്റോമിക് റേഷ്യോ കണ്ടുപിടിക്കാൻ എല്ലാത്തിൻ്റെയും കൂടി കണ്ടുപിടിച്ചതിന് ശേഷമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത എലമെന്റിന്റെ കണ്ടുപിടിക്കുക. അടുത്തത് കാർബണിന്റെ അറ്റോമിക് മാസ് 12. പെർസെൻറ്റേജ് 24.27. പെർസെൻറ്റേജിന്റെ അറ്റോമിക് മാസിന്റെ ഡിവൈഡ് 24.27/12 that is equal to 2.02. ഇനി ക്ലോറിൻ്റെത് അറ്റോമിക് മാസ് 35.5 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് 71.65. 71.65ന് 35.5 കൂടെ ഡിവൈഡ് ചെയ്ത് 2.01. ഇനി ഇതിനകത്ത് ഏറ്റവും ചെറിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2.01 ആണ്. അപ്പോൾ എല്ലാ നമ്പർ ഓഫ് മോൾസിനെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2.01 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
അപ്പോൾ ആദ്യത്തെ 4.07 2.01 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 2 കിട്ടും. 2.02 2.01 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശമാണ്. അപ്പോൾ റൗണ്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ 2.01 2.01 കിട്ടും. അപ്പോൾ സ്മോളസ്റ്റ് ഹോൾ നമ്പേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹോൾ നമ്പർ റേഷ്യോ അത് തന്നെ എടുക്കുക. അപ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ 4, ക്ലോറിൻ്റെ നമ്പർ, കാർബണിൻ്റെ നമ്പർ 1, ക്ലോറിൻ്റെ നമ്പർ. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എഴുതാനായിട്ട് സാധിക്കും H2C1Cl1. അപ്പോൾ അതാണ് എംപിരിക്കൽ ഫോർമുല. അതിനുശേഷം എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ 2 ഹൈഡ്രജനാണ്. അപ്പോൾ 2 പ്ലസ് ഒരു കാർബണാണ് 12 പ്ലസ് ഒരു ക്ലോറിനാണ് 35.5. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 49.5 കിട്ടും. ഇനി മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 98.96 എന്ന് തന്നിട്ടുണ്ട്. N വന്ന ഹോൾ നമ്പർ മോളിക്കുലർ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 98.96/49.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എംപിരിക്കൽ ഫോർമുല ഏതുകൊണ്ട് ഗുണിക്കുക? ഹോൾ നമ്പർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ H2C1Cl1 എത്ര കൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ H4C2Cl2 എന്ന മോളിക്കുലർ ഫോർമുല കിട്ടും. അപ്പോൾ ഇതുപോലെ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യണം. ഇനി വേപ്പർ ഡെൻസിറ്റി തരുന്ന കേസിൽ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കണം? 2 × വേപ്പർ ഡെൻസിറ്റി ആയിരിക്കും മോളിക്കുലർ മാസ്. ഇനി ബാലൻസിങ്. അപ്പോൾ ഇനി കെമിക്കൽ ഇക്വേഷൻ എന്താണ്? കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റെപ്രസെൻറ്റേഷനാണ്. എന്ത് ഉപയോഗിച്ച്? സിമ്പിൾസും ഫോർമുല ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് വിളിക്കുക, ബാലൻസിങ് എന്ന് വിളിക്കുക. കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇനി ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ 2 സൈഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമാകുക. അപ്പോൾ H2 + O2 gives H2O. അത് ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പോൾ O2ൻ്റെ എണ്ണം രണ്ടിടത്തും ബാലൻസ്ഡ് അല്ല. അപ്പോൾ 2 സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആക്കുന്നതിനെയാണെന്ന് വിളിക്കുക, ബാലൻസിങ് എന്ന് വിളിക്കുക. അപ്പോൾ ബാലൻസിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല, എന്നാലും അറിഞ്ഞിരിക്കണം. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസിങ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് N2 + H2 gives NS3. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 ഹൈഡ്രജനും 2 നൈട്രജനുമാണ് ഇടതുവശത്തുള്ളൂ. പക്ഷെ റൈറ്റ് സൈഡിൽ എത്ര നൈട്രജൻ മാത്രമേ ഉള്ളൂ? 1 നൈട്രജനും 3 ഹൈഡ്രജനുമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഹൈഡ്രജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇടതുവശത്ത് ഒരു 3 ഇട്ട് കൊടുത്തു നോക്ക്. ഹൈഡ്രജൻ്റെ ഇടതുവശത്ത് 3 ഇട്ട് കൊടുത്തു നോക്കി. അപ്പോൾ N2 + 3H2 gives NS3 എന്ന് കിട്ടി. NS3. എന്നാലും ഇവിടെ നൈട്രജൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും റൈറ്റ് സൈഡിൽ ബാലൻസ്ഡ് ആയിട്ടില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ ബാലൻസ്ഡ് ആക്കാനായിട്ട് എന്താണ് NS3യുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 ഇട്ട് കൊടുത്തു നോക്കി. അപ്പോൾ N2 + 3H2 gives 2 NS3. പിന്നെ നോക്കിയേ, 2 സൈഡിലും എല്ലാ ആറ്റങ്ങളും തുല്യമാണ്. ഇടതുവശത്ത് 2 നൈട്രജൻ, വലതുവശത്ത് 2 നൈട്രജൻ, 3H2 ഉണ്ട്. ഇടതുവശത്ത് റൈറ്റ് സൈഡിൽ 2H3. അപ്പോൾ 2 സൈഡിലും ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാണ്. അപ്പോൾ ബാലൻസ്ഡ് ആണ്. ഇനി സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേഷൻസ് നടത്തുന്നതിനെയാണ് വിളിക്കുക സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ. 16 gram മീഥെയിൻ എന്താണ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ ജ്വലനം, ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്രാം എന്താണ് വാട്ടർ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഇക്വേഷൻ ചിലപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് അത് എഴുതേണ്ടി വരും. അപ്പോൾ മീഥെയിൻ്റെ ഫോർമുല CH4, അത് അറിഞ്ഞിരിക്കണം. മീഥെയിൻ്റെ ഫോർമുല CH4. ബേണിംഗ് എന്ന് പറഞ്ഞത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ CH4 + O2 എന്തൊക്കെയായിരിക്കും? കാർബണും ഹൈഡ്രജനുമാണ്. അത് 2 ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. അപ്പോൾ ഏത് ജ്വലനം നടന്നാലും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പസ്റ്റൻ റിയാക്ഷൻ്റെ പ്രോഡക്റ്റുകളാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അപ്പോൾ ഇനി ബാലൻസ് ചെയ്ത് എഴുതണം. അപ്പോൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ CH4 + 2O2 gives CO2 + 2H2. ഇനി ഇതിൻ്റെ നമ്മൾ ഇക്വേഷനിൽ CH4 എന്നാണ് ഇടതുവശത്ത്. അപ്പോൾ 1 ആണ് ഉള്ളത്. അപ്പോൾ 1 mole ഓഫ് CH4 ആണെങ്കിൽ എത്ര മോൾ വാട്ടർ ഉണ്ടായിരിക്കും? ഇക്വേഷൻ അനുസരിച്ച് വാട്ടറിൻ്റെ ഇടതുവശത്ത് 2 ആണ്. അപ്പോൾ 2 mole H2O കിട്ടുന്നുണ്ട്.
അപ്പോൾ 1 മോൾ CH4 ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 2 മോൾ H2O കിട്ടും. ഇപ്പോൾ CH4ന്റെ ആറ്റോമിക് മാസ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും. ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് CH4 എന്ന് പറഞ്ഞാൽ 12 + 4 എത്രയാണ്? 16 ഗ്രാം CH4 ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 2 മോൾ H2O. 1 മോൾ H2O എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം? നമ്മൾ നേരത്തെ ചെയ്താണ്. എത്രയാ? 18 ഗ്രാം. അപ്പൊ 2 × 18 ഗ്രാം. അപ്പൊ എത്രയാണ്? 2 × 18 എത്രയാണ്? 36 ഗ്രാം H2O. അപ്പൊ 16 ഗ്രാം. ഇനിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 16 ഗ്രാം CH4 ബേൺ ചെയ്താൽ എത്ര ഗ്രാം H2O കിട്ടും? 2 മോൾ H2O അല്ലെങ്കിൽ 2 × 1 മോൾ H2O എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്, 18 ഗ്രാം ആണ്. അപ്പൊ 2 × 18 എത്രയാണ്? 36 ഗ്രാം H2O. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 ഗ്രാം ഓഫ് MgO ബൈ ബേണിംഗ് മഗ്നീഷ്യം മെറ്റൽ. അപ്പൊ ഇതിനകത്ത് നമ്മള് മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 24, ഓക്സിജന്റെ 16 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഇക്വേഷൻ എഴുതണം. മഗ്നീഷ്യം ഓക്സിജനിൽ കത്തി എന്തുണ്ടാകുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ഇക്വേഷൻ എഴുതണം. ആദ്യം വെറുതെ ഇക്വേഷൻ എഴുതാം. Mg + O2, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2, Mg + O2 gives മഗ്നീഷ്യം ഓക്സൈഡ് MgO. ഇനി അത് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും? 2Mg + O2 gives 2MgO എന്ന് കിട്ടും. അപ്പൊ ഇക്വേഷൻ ബാലൻസ് ഇക്വേഷൻ എഴുതിയാലാണ് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2Mg + O2 gives 2Mg. ഇനി മഗ്നീഷ്യം ഓക്സൈഡിന്റെ ആദ്യം GMM കാൽക്കുലേറ്റ് ചെയ്താൽ അപ്പൊ എത്രയാണ്? 24 + 16. മഗ്നീഷ്യത്തിന്റെ 24, ഓക്സിജന്റെ 16, എത്ര? 40 ഗ്രാം. ഇനി ഇതിന്റെ ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ ഓഫ് O2, ഓക്സിജന്റെ അടുത്ത വശത്ത് ഒന്നും എഴുതിയിട്ടില്ല, അതിന്റെ അർത്ഥം 1 എന്നാണ്. 1 മോൾ ഓഫ് O2 gives 2 മോൾസ് ഓഫ് MgO. 2 മോൾസ് ഓഫ് MgOയുടെ അടുത്ത വശത്ത് 2 ആണ്. അപ്പൊ 2 മോൾസ് ഓഫ് MgO. അപ്പോ ഇനി നമുക്ക് വേണം നേരെ തിരിച്ചെഴുതാം. 2 മോൾസ് ഓഫ് MgO ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം, ഞാൻ ആരോ തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 2 മോൾ MgO കിട്ടുന്ന ഏതിൽ നിന്നാണ്? 1 മോൾ O2 നിന്നാണ്. ഒരു 2 മോൾ MgO എന്ന് പറഞ്ഞാൽ 2 × 1 മോൾ MgO എന്ന് പറഞ്ഞാൽ 40 ഗ്രാം. നമ്മൾ പഠിച്ച് GMM കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 × 40 ഗ്രാം MgO കിട്ടുന്ന 1 മോൾ O2 നിന്നാണ്. അതുപോലെ അപ്പോൾ 1 ഗ്രാം MgO കിട്ടണമെങ്കിലോ 2 × 40 ഗ്രാം MgO 1 മോളിൽ നിന്നാണെങ്കിൽ 1 ഗ്രാം MgO കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ റൈറ്റ് സൈഡ് താഴേക്ക് കൊണ്ടുപോയാൽ മതി അല്ലേ? അപ്പോൾ 1 ഗ്രാം MgO കിട്ടണം 1/2 × 40, അതായത് 1/80 മോൾസ് ഓഫ് O2 നിന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റിന് ചോദിക്കുന്നത് 240 ഗ്രാം MgO കിട്ടണമെങ്കിൽ എത്ര മോൾ O2 എടുക്കണം? അപ്പൊ 1 ഗ്രാം MgOയ്ക്ക് ഇത്രയാണ്. 240 ഗ്രാമിന് എത്രയായിരിക്കും? 240 ഗ്രാം MgO കിട്ടണമെങ്കിൽ 1/2 × 40 ഇൻറ്റു മോൾ എത്രയാണ്? 240. അപ്പൊ 240/80 എത്ര? 3 മോൾസ് ഓഫ് O2. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഏതാണോ കാൽക്കുലേറ്റ് ഉണ്ടാവുക തമ്മിൽ റിലേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ബൈ ദ കംപ്ലീറ്റ് ബേണിംഗ് ഓഫ് 80 ഗ്രാം ഓഫ് മീഥേൻ. ഇത് നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. CH4 + 2O2 gives CO2 + 2H. റിക്വയർഡ് ഇക്വേഷൻ എഴുതുക. ആദ്യം ബേണിങ്ങിന്റെ മീഥേൻ ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജനിൽ കത്തുന്ന ഇക്വേഷൻ എഴുതുക. എന്താണ്? CH4 + 2O2 gives CO2 + 2H2. നേരത്തെ എഴുതിയിട്ടുള്ള കാരണം പറയുന്നതാണ്. ഇനി 1 മോൾ ഓഫ് ഈ ഇക്വേഷന് നോക്കിയിട്ട് ഒരു CH4 എന്താണ്? 1 CO2 ആണ് തരുന്നത്. അപ്പോൾ 1 മോൾ ഓഫ് CH4 എന്തായിരിക്കും? 1 മോൾ CO2 തരും. 1 മോൾ ഓഫ് CH4 എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 16 ഗ്രാം CH4 ആണെങ്കിൽ 1 മോൾ CO2 എന്ന് പറഞ്ഞാൽ അതിന്റെ GMM 44 ഗ്രാം ആണ്. 44 ഗ്രാം CO2 ആണ്. അപ്പോൾ 1 ഗ്രാം CH4 എത്ര കാർബൺ ഡൈ ഓക്സൈഡ് തരുമായിരിക്കും? എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയാൽ മതി അല്ലേ? അപ്പോൾ 44/16 ഗ്രാം CO2. അപ്പോൾ 80 ഗ്രാം CH4 ആണെങ്കിലോ 44/16 × 80 ഗ്രാം CO2. ദാറ്റ് ഈസ് 220 ഗ്രാം CO2. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 80 ഗ്രാം CH4 ബേൺ ചെയ്ത 220 ഗ്രാം CO2 കിട്ടും.